ഹായ് ഗായ്സ്, അപ്പോൾ അതാ രാവിലെ തന്നെ അസ്മിക്കുട്ടനും ഞാനൊക്കെ കൂടി എന്നിട്ട് കാൽ ചായ കുടിക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ബേക്കറിയാണുള്ളത്. ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. ഓ ടാണ്ടടാ എന്താ വാവ. ഇപ്പം എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും കുളിക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കണ്. എന്താ കഴിക്കണം? ചപ്പാത്തിയും ചിക്കൻ കറിയും. ഞങ്ങൾക്ക് രാവിലെ കിട്ടിയ ഉരുളക്കറി കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കണ്ണൂരിലുള്ള റിലേറ്റീവ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളവരങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങോട്ട് എത്തിയിട്ടില്ല. എന്താ വാ പറയേ, എന്തൊക്കെ വിശേഷം? വേറെ എന്തൊക്കെ വിശേഷം? വേറെ ഒന്നുമില്ല, സ്കൂളൊക്കെ പൂട്ടി വെക്കേഷനാണ് ഇപ്പോൾ. പിന്നെ തീരെ വയ്യാട്ടോ. പിന്നെ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ തട്ടിമുടിച്ചിലായി പോവാണ്. അല്ലെങ്കിൽ ഞാൻ ഇതേ കടന്നിരുന്നു. അത്രയും വയ്യാട്ടോ. പിന്നെ ഇന്നൊക്കെ കുറച്ചൊരു കുറവുണ്ട്. പിന്നെ വേറെന്താ, അപ്പോൾ നമ്മളുടെ കണ്ണൂരത്തെ റിലേറ്റീവ്സ് വന്നാൽ പറ്റുകയാണെങ്കിൽ ഞാൻ അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ ഇങ്ങനെ റെഡി ആയിക്കണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:54 പിന്നെ വേറെന്താ, നമ്മുടെ ചെടി കളക്ഷൻസിൽ പല ചെടികളും വന്നിട്ടുണ്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. നോക്കട്ടെ, കാണിച്ചു തരാം. അതാരാണ് പുതിയൊരു അതിഥി? പൂച്ച പോയി. അങ്ങനെ ഇതാ കാത്തിരിപ്പിന് വിരാമമായിട്ട് ഇതാ കണ്ണൂർക്കാരെത്തിയിട്ടുണ്ട്. ഓരോരുത്തരിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അവർക്ക് 1 മണിക്കൂറത്തെ വണ്ടി ലേറ്റ് ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം വൈകിണ്ട് എത്താൻ. പിന്നെ അതാ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അസ്സലാമലൈക്കും. അങ്ങനെ ഇതാ അവരെത്തിയിട്ടുണ്ട്. പിന്നെ അവർ ഭക്ഷണമൊന്നും അവർക്ക് കഴിക്കാൻ നേരം കിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ 1 മണിക്കൂർ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ അവിടെ കുറ്റിപ്പുറം ഇറങ്ങി ഭക്ഷണം കഴിക്കാനൊന്നും ടൈമില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിൽ ഫുഡ് റെഡിയാക്കിയിരുന്നു. അപ്പോൾ അതാ സമയം 12 മണി ആവാറായിട്ടാണ്. 11:50 ആയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അവരിതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂർക്കാരെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിലൊക്കെ പോകട്ടോ. അപ്പോൾ നമുക്കിത് വൈകിട്ട് എടുക്കാം, അല്ലെങ്കിൽ നാളെ എടുക്കാം. ഓക്കെ. അപ്പോൾ അതാ രാവിലെ അവർക്ക് പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ അതാ ഉച്ചയ്ക്ക് ഞങ്ങൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി വെച്ചിട്ടാണ് ഉപ്പെണ്ണ ഉണ്ടാക്കിയത്. പിന്നെ ഇതാ പിള്ളേർക്ക് ഞങ്ങളുടെ താഴത്ത് നിലത്ത് എല്ലാവർക്കും കൂടി വട്ടം കറങ്ങി വെച്ച് കൊടുത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഇത് മഞ്ഞ തണ്ണിമത്തനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇതുണ്ടായിരുന്നു, പപ്പായ, ഓമക്കായ പഴുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ചായ പരിപാടികളായി. ഇത് അവർ വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഉണ്ണിയപ്പം. നല്ല രസമുണ്ടായിരുന്നു. ചെറിയ നല്ല വലിപ്പം കുറവായിട്ടുള്ള ഉണ്ണിയപ്പമായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ അവർ ഇത് 4 മണി സമയം ആയിക്കണം കേട്ടോ. അപ്പോൾ അവർക്ക് ഇതാ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കണ്. അപ്പോൾ അങ്ങനെ ഇതാ 4 മണിയൊക്കെ ആയപ്പോൾ അവർക്ക് ചായ ഒക്കെ കൊടുത്തു. ഹായ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഈവനിങ് വേണ്ട വൈകുന്നേരം 6 മണിയായി. ഞാൻ പോണത് എൻ്റെ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഈ സ്ഥലം പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന്. പക്ഷെ ഞാൻ പറയാമെന്നല്ലാണ്ട് ഇതുവരെ നല്ലപോലെ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കാണിച്ചു തരാമെന്ന് കേട്ടോ. പിന്നെ പനിൻ്റെ ക്ഷീണം ഏകദേശം ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. നായ അവിടെ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട്. അത് വെച്ചാൽ കണ്ണൂർക്കാരും പോയിട്ടുണ്ട് സ്ഥലം കാണാൻ. പിന്നെ ഞങ്ങളുടെ മംഗലത്തുള്ള അമ്മായിയും അമ്മായിയുടെ മക്കളും പേരക്കുട്ടികളും മരക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഉണ്ട്. അതെ ദാണ്ടൂസ് നടക്ക്. അവരൊക്കെ അവിടെ നടക്കുന്ന പറ. അപ്പൊ ബുദ്ധിമാനായ ആളെ കാണു. നിക്ക് ഞാൻ അവിടെ നിക്ക് പറഞ്ഞു. അതാണ് ഓനക്ക് ധൈര്യം. എൻ്റെ അടുത്ത് ചീത്ത അടിയും കിട്ടൂല ചിറ്റ്. ചേടാ അതാ വരുന്നു കുഞ്ഞുണ്ണി മാഷും കുട്ടിയോളൂ.
അപ്പോൾ ഇതാണ് നമ്മുടെ മംഗലത്തെ അമ്മായിൻ്റെ മക്കളും മരക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ണൂർക്കാരും ഉണ്ട്, പിന്നെ ഞങ്ങളുണ്ട്. എല്ലാവരും കൂടി നല്ലൊരു അടിപൊളി വൈബായിരുന്നു. നല്ലൊരു ഈവനിങ് സെറ്റ് ചെയ്യുന്നു കേട്ടോ. ഇവിടുത്തെ വ്യൂ കാണാനും നല്ല അടിപൊളിയായിരുന്നു. പാടി പാവേ അപ്പോൾ ഇതാണ് പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറഞ്ഞത്. കണ്ടോളൂ, സെറ്റല്ലേ. നമ്മുടെ ഭാരതപ്പുഴ വറ്റി വരണ്ടു, പിന്നെ റാപ്പാലം പുതിയതുണ്ട് പഴയതുണ്ട്, പിന്നെ അതാ റെയില്, റോഡ്, പാടം എല്ലാം ഉണ്ട്. ദേ കണ്ടാ, വാവേ വാവേ നോക്കിയേ. പിന്നെ ഈ മരങ്ങളൊക്കെ വലുതായതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഇവിടുത്തെ വ്യൂ ഒന്നും കിട്ടാത്ത. കുറച്ചും കൂടി വ്യൂ ഒക്കെ കിട്ടിയിരുന്നൊക്കെ പോയി. ഇപ്പോൾ അവിടെയൊക്കെ നല്ല അടിപൊളിയായിരുന്നേ. ഒക്കെ പുഴ കണ്ടിരുന്നിട്ട്, പക്ഷേ വ്യൂ പോയി. സാരമില്ല, അടിപൊളി. അപ്പോൾ സന്ധ്യ ആവാറായപ്പോൾ പിന്നെ മംഗലത്തുള്ളവരും കണ്ണൂർക്കാരും പോയിട്ടാണ്. മംഗലത്ത് അവരെ വീട്ടിലേക്ക് പോകാണ്ട്, പിന്നെ കണ്ണൂർക്കാർക്ക് ഞങ്ങളെ വേറെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വരാണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറും മീനുമാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ അത് നമ്മളുടെ ഈ ഏട്ടത്ത് നിന്നിട്ടുണ്ടെങ്കിൽ കാണാം. അപ്പോൾ അതാ നേരം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇന്നത്തെ എന്താ പറയുക, ഇവിടുത്തെ വീഡിയോസൊക്കെ ഇതാ അടിപൊളിയായി, നല്ല വ്യൂ അല്ലേ.